ദുർഗയുടെ മൂലമന്ത്രവും നിത്യജീവിതത്തിനുള്ള വിധാനവും ഒരു മന്ത്രം എങ്ങനെ മുദ്രയും ഋഷിയും ഛന്ദസ്സും ഒക്കെ ചേർത്ത് ജപിക്കുന്ന വിധിയുമാണ് പറയുന്നത്. മൃഗിമുദ്ര, അതായത് മോതിരവിരലും നടുവിരലും തള്ളവിരലിൽ പിടിക്കുക. അങ്ങനെ തൊട്ടുകൊണ്ട് 2 കൈകളിലേതും വെച്ച് നമ്മുടെ തലയുടെ മൂർധാവിൽ, അതായത് തലയുടെ ഉച്ചിയിൽ പിടിച്ചുകൊണ്ട് ഗുരുവിനെ, വെളുത്ത താമരയിൽ ഗുരുവിനെ ഇരിക്കുന്നതായി സങ്കല്പിച്ച് നമ്മളുടെ നടുവിരലും മോതിരവിരലും താഴേക്ക് മടക്കി, എന്നാൽ തള്ളവിരൽ സ്പർശിക്കാതെ, അതുകൊണ്ട് ആദ്യം നമ്മുടെ തലയിൽ തൊട്ടുകൊണ്ട് ഋഷി പറയുക, അതായത് നാരദ ഋഷി. അതിനുശേഷം അത് നേരെ നമ്മളെ ചുണ്ടിലേക്ക് വന്നിട്ട് നാക്കിൻ തൊടാതെ ചുണ്ടിന് നേരെ പിടിച്ചുകൊണ്ട് ഗായത്രി ഛന്ദഃ, പിന്നെ നമ്മളുടെ ഹൃദയത്തിലേക്ക് നെഞ്ചത്ത് ആ മുദ്ര തൊട്ടുകൊണ്ട് മൂലദുർഗാ ദേവത എന്ന് പറയുക. പിന്നീട് ഓം ബീജ, അത് നമ്മുടെ നാഭിക്ക് താഴേക്ക് ആ മുദ്ര തൊട്ടുകൊണ്ട് പറയുക. ഹ്രീം ശക്തി, അത് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ പാദങ്ങൾ 2 കുറുകെ നമ്മുടെ പാദത്തിലേക്ക് തൊട്ടുകൊണ്ട് പറയുക 2 കൈകളിൽ കൊണ്ട്. പിന്നീട് ധും കീലകം, കീലകം നമ്മുടെ പുക്കിൽ ഭാഗം തൊട്ടുകൊണ്ട് പറയുക, അതായത് മന്ത്രത്തിന്റെ ശക്തിയെ ഉണർത്തുന്ന ഭാഗമാണ് കീല്. പിന്നീട് നമ്മൾ അത്തക മുദ്ര പിടിച്ചുകൊണ്ട്, അതായത് ഇടതു കൈപ്പത്തിയുടെ അകത്ത് വലത് കൈപ്പത്തി പിടിച്ച് വലത് തുടയിൽ നമ്മൾ ഇങ്ങനെ വെച്ചുകൊണ്ട് ശ്രീ മൂലദുർഗ പ്രസാദ സിദ്ധ്യാർത്ഥേ ജപേ വിനിയോഗ, അങ്ങനെ നമ്മൾ അടുത്തതായി ധ്യാനമാണ് ദുർഗയുടെ പറയുന്നത്. ധ്യാനം. ദുർഗാം ധ്യായത് ദുർഗതി പ്രശമനീം ദുർവാദളശ്യാമളാം ചന്ദ്രാർദ്ധോജ്വല ശേഖരാം ത്രിനയനാമാപീതവാസോവസം ചക്രം ശംഖമിഷും ധനിക്ഷദതീം കോദണ്ഡബാണാംശയോർ മുദ്രേവ ഭയാഗമതേ സഗടിബന്ധാപീഷ്ടതാം ബാനയോ. അങ്ങനെ മൂലമന്ത്രം ഓം ഹീം ദും ദുർഗായൈ നമ, അങ്ങനെയാണ്